ഇന്ന് നുബ്ര വാലിയിൽ നിന്ന് ടാങ്സി വരെ പോണതിൻ്റെ ഇടയ്ക്കുള്ള റോഡുകളും അതിൻ്റെ ഇടയിലുള്ള ഡെസ്റ്റിനേഷൻസും ആണ് കാണിക്കുന്നത്. ഡിസ്കിറ്റ് മൊണാസ്ട്രി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഷയോക്ക് റിവറിൻ്റെ വ്യൂ പോയിന്റ് ആണ്. ഈ റിവറിനെ ഷാക്ക് എന്നും പറയും, ഷയോക്ക് എന്നും പറയും. ഇത് ഈ വ്യൂവിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ലഡാക്കിൽ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട്. ഈ താഴെ കൂടെ ഒഴുകുന്ന നദി ഷയോക്ക് റിവറാണ്. ഇതിലൂടെ നടന്ന് അറ്റത്ത് ചെന്നാൽ ഇതിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഈ ഷയോക്ക് റിവർ സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. ഈ റിവർ വേനൽക്കാലമാകുമ്പോൾ നല്ല ഐസ് ബ്ലൂ കളറിലോട്ട് മാറും. ഈ സമയത്ത് ഈ റിവർ കാണാൻ നല്ല ഭംഗിയാണ്. വിന്റർ ആകുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുകയും ചെയ്യും. നുബ്ര വാലിയിൽ നിന്ന് ടാങ്സെ വരെ 160 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ റൂട്ടിൽ ഒരു 8 കിലോമീറ്റർ ഓഫ് റോഡാണ്. അതുകൊണ്ട് ഒരു 5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. ഈ ടാങ്സയിലാണ് പാങ്കോക്ക് ലേക്കൊക്കെ ഉള്ളത്. ഇത് ചൈന ബോർഡറിന്റെ അടുത്താണ്. ലഡാക്കിലെ ഫുൾ റോഡും BROന്റെ അണ്ടറിലാണ് വരുന്നത്. ഈ പെട്ടെന്നുണ്ടാകുന്ന പ്രളയമൊക്കെ വന്നിട്ടാണ് ചില സ്ഥലത്തെ റോഡുകളൊക്കെ പോയേക്കുന്നത്. ഇതൊരു ചെറിയ ടണലാണ്. ഷയോക്ക് ടണൽ എന്നാണ് ഇതിന്റെ പേര്. 920 മീറ്റർ ദൂരമുള്ള ഒരു ചെറിയ ടണലാണിത്. ഈ സ്ട്രൈറ്റ് റോഡ് ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ദൂരം വരെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ജിഞ്ചർ ലെമൺ ഹണി ടീന്റെ ഒരു കടയാണ്. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് കൊണ്ടുണ്ടാകുന്ന തലവേനയൊക്കെ മാറാനായിട്ട് ഈ ടീ നല്ലതാണ്. ഹിമാലയത്തിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള തേനും ലെമണും ജിഞ്ചറും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ടീയിൽ തേയില ചേർക്കൂല കേട്ടോ. നുബ്ര വാലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോഴേ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലഞ്ച് വേണ്ടവരെ ചെറിയ രീതിയിൽ സ്നാക്സ് ആയിട്ട് കൈ കരുതണം. ഇതേപോലെ തന്നെയാണ് 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോഴേ ടോയ്ലറ്റ് ഫെസിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നവരെ അതും ശ്രദ്ധിക്കാം. ഇവിടെയുള്ള റോഡുകളൊക്കെ ഭയങ്കര വിജനമായിരിക്കും കേട്ടോ. ചില സമയത്ത് വണ്ടികളൊക്കെ കാണാൻ പറ്റും. ഇത് റിവർ സൈഡിൽ ഭിത്തികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കല്ലുകളാണ്. ഇത് റോഡ് സൈഡിൽ കിടന്ന കാരണം വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ. ഇതിപ്പോൾ ഞങ്ങളും പിന്നെ ഒരു വേറെ കാർ വന്നിട്ടുണ്ട്. അതിലെ ആൾക്കാരും കൂടെ കൂടി ഈ കല്ലൊക്കെ മാറ്റുന്നതിന്. ഇരുമ്പിന്റെ കമ്പികൾക്കുള്ളിൽ ഈ കല്ല് നിറച്ചാണ് ഈ വാൾ ഉണ്ടാക്കുന്നത്. റിവറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഈ റിവറിന്റെ ഭിത്തികൾ ഇടിയാതിരിക്കാനും അത് റോഡിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കല്ലൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ കാറിന് പോകാനുള്ള ഗ്യാപ്പ് കിട്ടിയേ. ഇത് ഹിമാലയൻ വരയാടുകളാണ്. മൗണ്ടൻസിൽ പാറക്കെട്ടുകളുടെ ഒക്കെ ഇടയിൽ ഇതിനെ കാണാൻ പറ്റും. വേനലായി കഴിയുമ്പോൾ മഞ്ഞൊക്കെ ഉരുകി ഷയോക്ക് റിവറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നുബ്ര വാലിയിൽ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഇത് ബാധിക്കാറുണ്ട്. ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ റോഡൊക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ കല്ലുകളായിരിക്കും ഫുള്ള്. പിന്നെ BROന്റെ ആൾക്കാർ വന്ന് ശരിക്കും റോഡ് ജസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരും. ഈ കല്ലുകളൊക്കെ മാറ്റിയിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു വഴിയാക്കി മാറ്റും. ഇത് കുറേ ദൂരം ഇങ്ങനെ തന്നെ വഴിയാണ്. ഇതൊരു റിവറിന്റെ വ്യൂ പോയിന്റ് ആണ്. കുറച്ചു നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. ടാങ്സി എത്താൻ വേണ്ടി ഇനിയും ദൂരമുണ്ട്.